രണ്ട് കാറുകൾ ഒരു നിശ്ചിത സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ആദ്യത്തെ കാറിന്റെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ, രണ്ടാമത്തെ കാറിന്റെ വേഗത മണിക്കൂറിൽ 50 കിലോമീറ്റർ. ഒരു കാർ മറ്റേതിനേക്കാൾ 4 മണിക്കൂർ മുൻപ് ലക്ഷ്യത്തിലെത്തി. എത്ര ദൂരമാണ് കാറുകൾ സഞ്ചരിച്ചത്? രണ്ട് സ്ഥലങ്ങൾ ഇതാണെന്ന് പരിഗണിക്കുക. ഈ രണ്ട് സ്ഥലങ്ങൾക്കിടയ്ക്കുള്ള ദൂരം ഡിസ്റ്റൻസ് d ആണെന്ന് സങ്കല്പിക്കുക. ഒന്നാമത്തെ കാറിന്റെ വേഗത 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ, അടുത്ത കാറിന്റെ വേഗത 50 കിലോമീറ്റർ പ്രതി മണിക്കൂർ. നമ്മൾ എന്താ കണ്ടത്? എത്ര ദൂരം സഞ്ചരിച്ചു. നമുക്ക് ആദ്യം ഓരോ കാറിന് ഒന്നാമത്തെ കാർ എടുത്ത സമയം നോക്കാം. ഒന്നാമത്തെ കാർ എടുത്ത സമയം, ഒന്നാമത്തെ T1 എന്ന് പറഞ്ഞ ടൈം, അതായത് ഒന്നാമത്തെ കാർ എടുത്ത സമയം. ഇതാണ് ഒന്നാമത്തെ കാർ എടുത്ത സമയം. ഇത് ഒന്നാമത്തെ കാർ ഇതാണ് വയ്ക്കുക. അതിൻ്റെ സമയം എന്താ? സമയം സമം ദൂരം ബൈ വേഗത. ദൂരം ബൈ വേഗത. ദൂരം എന്താ? d ബൈ വേഗത എത്ര? 60. d ബൈ 60. ഇത് സമയമാണ്. സമയത്തിൻ്റെ യൂണിറ്റ് എന്താ? മണിക്കൂർ. അവിടെ ഇരിക്കട്ടെ. ഇതുപോലെ രണ്ടാമത്തെ കാറിൻ്റെ വീണ്ടും ദൂരം ബൈ വേഗത. ദൂരം മാറ്റില്ല. d ബൈ വേഗത. അതിൻ്റെ വേഗത എത്രയാണ്? 50 മണിക്കൂർ. ഇനി ഇതിൽ ഏതാ വലുത്? ഇത് സ്പീഡ് 60 ഇത് സ്പീഡ് 50 ഉള്ളൂ. അപ്പോൾ സ്പീഡ് കൂടിയത് വേഗത്തും, സ്പീഡ് കൂടിയത് വേഗത്തും. അതായത് ഇതിനാണ് സമയം കുറവ് വേണ്ടി വരിക, അല്ലേ? സമയം കുറവ് ഇതിനാണ്. ഇത് സ്പീഡ് കുറവായതുകൊണ്ട് സമയം കൂടുതലെടുക്കും. അപ്പോൾ ഇതാണ് വലുത്. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം, സമയ വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 4 മണിക്കൂർ. അപ്പോൾ ഇതിൽ ഇത് കുറയ്ക്കുക. എത്ര? d ബൈ 50 കുറയ്ക്കണം d ബൈ 60 സമം 4 മണിക്കൂർ മുൻപ് എന്ന് പറയുന്നത് 4. ഇതെങ്ങനെ കുറയ്ക്കുക? ഈ അംശം കൂടി ഛേദത്തെ ഗുണിക്കുക. അപ്പോൾ 60d കുറയ്ക്കണം. ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക. 50d ബൈ ഛേദങ്ങൾ ഗുണിക്കുക. 50 × 60 56 30 2 0, അതായത് 3000 സമം ഇപ്പുറത്ത് 4. 60d നിന്ന് 50d കുറച്ച് എത്ര വരും? 10d. ഇനി ഈ ബൈ 3000 ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇൻറ്റു 3000 ആവും. ബൈ 3000 ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു 3000. 4 × 3000 എത്ര വരും? 12000 എന്ന് വരും. അപ്പോൾ d എങ്ങനെയാണ് കാണുക? d സമം 12000 ബൈ 10. നമുക്കൊരു 0 വെട്ടിപ്പോയാൽ 1200 d. അതായത് 1200. ഡിസ്റ്റൻസ് എത്ര? എന്താണ് യൂണിറ്റ്? കിലോമീറ്റർ. ഉത്തരം 1200 കിലോമീറ്റർ.